ഹായ്. കോസ്റ്റ്യൂം അടിപൊളിയാണല്ലോ. അല്ലല്ലടാ വഴി കൊടുക്കടാ. എടാ കുറച്ച് നടക്കടാ. ശരിക്കും നോക്കടാ. ആക്ടിവിറ്റീസ് ഇപ്പോഴും ഞാൻ കാണുന്നുകൊണ്ട് പോകുന്നുണ്ട്. പക്ഷെ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് മാറ്റങ്ങൾ എനിക്ക് വന്നിട്ടില്ല. മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഒരു ചെറിയ പബ്ലിക് ഇടയിൽ പോകാൻ നേരത്തെ ഒരു പരിഗണന കിട്ടുന്നുണ്ട്. പിന്നെ ആദ്യത്തെക്കാട്ടിലും ആദ്യം എനിക്ക് എൻ്റെ നാട്ടിൽ ഒരുപാട് സോഷ്യൽ വർക്കറായ കാരണം എനിക്ക് പരിഗണന കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസിന് ശേഷം ഒന്നുകൂടി അത് കൂടിയെന്ന് മാത്രം. പക്ഷേ ഞാനിപ്പോഴും എൻ്റെ വീട്ടിൽ സാധനങ്ങൾ പിടിക്കാൻ വേണ്ടി പോകാറുണ്ട്. ഞാനിപ്പോഴും കറണ്ട് ബില്ല് അടയ്ക്കാൻ പോകാറുണ്ട്. ഞാനിപ്പോഴും ഒരു കുടുംബസ്ഥനായിട്ട് മുന്നോട്ട് പോകാറുണ്ട്. ബിഗ് ബോസിൻ്റെ ആ ഒരു ഹാങ് ഓവർ അവിടെ തീർന്നു. ഇനി അടുത്ത കാര്യങ്ങൾ കുറേ വരാൻ ഉണ്ട്, പിന്നെ പറയാം. ഫിലിം ചെയ്യുന്നുണ്ട്. അത് ആയിട്ടില്ല, അതാണല്ലോ നമുക്ക് ഒന്നും പറയാറായിട്ടില്ല. അതിൻ്റെ ഒരു മക്കളെ കണ്ടില്ലേ? അദ്വൈത പേര്, താഴെയുള്ള പേര്. മൂത്തോള് പറഞ്ഞത് അക്ഷര. അതെ. നിങ്ങളെങ്ങനെ പോകണം? അടിച്ചുപൊളി. ഒരു വിശാല കല്യാണത്തിൽ നമ്മളെല്ലാവരും പറഞ്ഞ. അപ്പോൾ ഋഷിക്ക് എൻ്റെ കുടുംബത്തിൻ്റെ ഹാപ്പി മാരീഡ് ലൈഫ് നേരിട്ട് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഇന്നും പറയാൻ പോകുന്നു. മീഡിയയിലൂടെ ഒരിക്കൽ കൂടി പറയാം. ഹാപ്പി മാരീഡ് ലൈഫ് കൂട്ടാം. എൻ്റെ ഒരു അനിയനെ പോലുള്ളൊരു പയ്യനാണ്. മാത്രമല്ല നല്ല സ്നേഹമുള്ളൊരു പയ്യനാണ്. എല്ലാവരോടും ആരെയും വെറുപ്പിക്കാതെ ചിരിച്ച് നിൽക്കുന്ന ഒരാളാണ് ഋഷി. ഞാനായിട്ട് ചെറിയ അത് ഗെയിമിൻ്റെ ഭാഗമായിട്ട് അവിടെ ചെറിയ വർഷങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എപ്പോഴും അതെ നമ്മളോട് അത്രയൊരു ഇഷ്ടമുള്ള ഒരാളാണ്. എപ്പോൾ കണ്ടു കഴിഞ്ഞാലും ഋഷി നമ്മുടെ അടുത്ത് വന്ന് സംസാരിക്കുക. പിന്നെ അവനോട് ഒരു 10 മിനിറ്റ് സംസാരിച്ചാൽ നിങ്ങൾക്കറിയാവുന്ന അറിയില്ല, ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യും. ഋഷി അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരാളാണ്. ഞാൻ അവിടെ എൻ്റെ ഗെയിം വേറെ ആയിരുന്നു, ഋഷിയുടെ ഗെയിം എൻ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു. നമ്മൾ ഋഷിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞാൽ അവന് നിന്ന് ഒരുപാട് പോസിറ്റിവിറ്റി, കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ അവനൊരു ചിരി മതി, നമുക്കൊരു ആ അന്നത്തെ ദിവസം ഓക്കെയാണ്. അപ്പോൾ മനസ്സിൽ നന്മയുള്ള ഒരാളാണ്. അപ്പോൾ അവന് നല്ലത് വരട്ടെ. അവനും ഐശ്വര്യക്കും, ഋഷിക്കൂട്ടനും ഐശ്വര്യക്കും ജീവിതത്തിൽ നല്ലത് വരട്ടെ. എല്ലാ ഉയർച്ചകളും ഉണ്ടാവട്ടെ. എൻ്റെ അനിയനെ പോലെയല്ല, അനിയൻ തന്നെയാണ് ഋഷി. അവർക്കും കൂടി വിവാഹ ദിനാശംസ. ഓക്കെ, കടന്നോട്ടെ.